അങ്ങനെ വീണ്ടും കാലങ്ങൾ കടന്നുപോയി. പാണ്ഡുവും കുന്തിയും മാദ്രിയും അവരുടെ 5 പുത്രന്മാരോടൊപ്പം സന്തോഷമായി ജീവിക്കുകയായിരുന്നു. ഒരിക്കൽ പാണ്ഡു തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാദ്രി ഈറനോടെ കുളിച്ചു മടങ്ങുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. സുന്ദരിയായ മാദ്രിയെ കണ്ട പാണ്ഡു കിന്തസന്യാസിയുടെ ശാപത്തെക്കുറിച്ച് അല്പനേരത്തേക്ക് മറന്നുപോയി. പാണ്ഡു മാദ്രിയെ അടുത്തേക്ക് വിളിച്ചു. എന്നാൽ സന്യാസിയുടെ ശാപം ഓർമ്മയുണ്ടായിരുന്ന മാദ്രി ആദ്യം ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപേ പാണ്ഡു മാദ്രിയെ ആലിംഗനം ചെയ്തതും അദ്ദേഹം തൽക്ഷണം തന്നെ പിടഞ്ഞു വീണു മരിച്ചു. തന്റെ പ്രിയതമന്റെ ശരീരം മാറോടണച്ച് മാദ്രി വിതുമ്പിക്കരഞ്ഞു. വിവരമറിഞ്ഞ് ഓടിയെത്തിയ കുന്തി സ്വന്തം സങ്കടം ഉള്ളിലൊതുക്കി മാദ്രിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർക്ക് 2 പേർക്കും അതിന് കഴിഞ്ഞില്ല. 2 പേരും പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ആചാരപ്രകാരം സതി അനുസരിച്ച് ആദ്യ ഭാര്യയായ കുന്തിയാണ് ചിതയിൽ ചാടി ജീവനൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ മാദ്രിയേക്കാൾ കുട്ടികൾക്ക് അടുപ്പം കുന്തിയോടായതുകൊണ്ടും പാണ്ഡുവിന്റെ മരണത്തിന് കാരണം താനാണ് എന്ന് വിശ്വസിക്കുന്നതിനാലും പാണ്ഡുവിന്റെ ചിതയിലേക്ക് എടുത്തു ചാടി മാദ്രി മരണത്തെ പുൽകി. ഒറ്റയ്ക്കായ കുന്തിയെയും മക്കളെയും സന്യാസിമാർ ഹസ്തിനപുരിയിൽ കൊണ്ടാക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ കുന്തിയെയും 5 പുത്രന്മാരെയും അവർ ഹസ്തിനപുരിയിലെത്തിച്ചു. കൊട്ടാരത്തിൽ അവരെ എല്ലാവരും കണ്ണീരോടെ സ്വീകരിച്ചു. അവർ പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുന്തിയും മക്കളും എത്തിയതറിഞ്ഞ് ബാലനായ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു, എന്തിനാണമ്മേ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്? ഇതെന്റെ വീടല്ലേ? കുട്ടിയായ ദുര്യോധനന്റെ ചോദ്യം കേട്ട് ഗാന്ധാരി ആദ്യം അമ്പരന്നുവെങ്കിലും അത് ഒട്ടും പുറത്തു കാണിക്കാതെ അവൾ അവനോട് പറഞ്ഞു, ശരിയാണ്, ഇത് മോന്റെ വീടാണ്, അതുപോലെ തന്നെ അവരുടെയും. എന്നാൽ ദുര്യോധനന് ഇത് തീരെ ഇഷ്ടമായില്ല. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. കുന്തി തന്റെ മക്കളെ ഓരോരുത്തരെയായി ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും പരിചയപ്പെടുത്തി. ഗാന്ധാരി ദുര്യോധനനോട് പറഞ്ഞു, മകനെ, യുധിഷ്ഠിരൻ നിന്റെ ചേട്ടനാണ്, അവനെ നമസ്കരിക്കൂ. പക്ഷേ ബാലനായ ദുര്യോധനൻ അത് നിരസിച്ചു. എന്നാൽ യുധിഷ്ഠിരൻ തന്റെ അനുജനായ ദുര്യോധനനെ ആലിംഗനം ചെയ്തു. എങ്കിലും തങ്ങളുടെ ഇടയിലേക്കെത്തിയ കുന്തിയെയും പുത്രന്മാരെയും അവന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ മറ്റൊരിടത്ത് വനത്തിലിരുന്ന് തപസ് ചെയ്തിരുന്ന വേദവ്യാസന് ഹസ്തിനപുരിയുടെ ഭാവി മനക്കണ്ണിൽ കാണുവാൻ സാധിച്ചു. അത് ഒരപകട സൂചനയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വരാൻ പോകുന്ന ഭാവിയിലെ അവസ്ഥ സത്യവതിക്ക് സഹിക്കാവുന്നതല്ല എന്ന് മനസ്സിലാക്കിയ വേദവ്യാസൻ ഉടനെ തന്നെ ഹസ്തിനപുരിയിലെത്തി. എന്നിട്ട് തൻ്റെ മാതാവായ സത്യവതിയുടെ അടുത്തെത്തിയിട്ട് അവളോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഹസ്തിനപുരിയുടെ ഭാവി എൻ്റെ മനക്കണ്ണിൽ കണ്ടു. അത് ഒരിക്കലും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വനത്തിലേക്ക് വരണം. ഒപ്പം അമ്പയെയും അമ്പാലികയെയും കൂടെ കൂട്ടണം. എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് സത്യവതി എത്ര ചോദിച്ചിട്ടും വേദവ്യാസൻ പറയാൻ തയ്യാറായില്ല. എന്നാൽ അത് സത്യവതിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രം അയാൾ വീണ്ടും പറഞ്ഞു. ഹസ്തിനപുരിയിൽ സത്യവതിക്കും അമ്പയ്ക്കും അമ്പാലികയ്ക്കും ഇനി ഒന്നും ചെയ്യുവാനില്ല എന്നും അതുകൊണ്ട് ഇനി സന്യസിക്കാനായി അവർ തന്നോടൊപ്പം വനത്തിലേക്ക് വരണമെന്നും വ്യാസൻ നിർബന്ധപൂർവം പറഞ്ഞു. യാത്ര പറയും മുമ്പ് സത്യവതി ഗാന്ധാരിയോടും ധൃതരാഷ്ട്രരോടും പറഞ്ഞു, പാണ്ഡവരെ നോക്കിക്കൊള്ളുക. അവർ അനാഥരാണ് എന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത്. വളർന്നു വലുതാകുമ്പോൾ അവരുടെ അവകാശങ്ങൾ അവർ ചോദിക്കാതെ തന്നെ അവർക്ക് നൽകുക. കുന്തിയെയും നിങ്ങൾ പ്രത്യേകം പരിഗണിക്കുക. ആർക്കും ഒരു കുറവും ഇവിടെ ഉണ്ടാവാതെ നോക്കുക. എന്നാൽ
അവരോടൊപ്പം പുറപ്പെടാനൊരുങ്ങിയ ധൃതരാഷ്ട്രരെ തടഞ്ഞുകൊണ്ട് വ്യാസൻ പറഞ്ഞു, പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിനുള്ളതല്ല സന്യാസം. കഴിയുമെങ്കിൽ ധൃതരാഷ്ട്രർ ഗൃഹസ്ഥാശ്രമത്തിൽ ഇനിയുള്ള കാലം ജീവിക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു. എന്താണോ തൻ്റേതല്ലാത്തത് അത് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കൊടുക്കുകയെന്നും പോകുന്നതിനു മുൻപ് വേദവ്യാസൻ ധൃതരാഷ്ട്രരെ ഓർമ്മിപ്പിച്ചു. കുരുവംശത്തിലെ ഏറ്റവും മൂത്ത പുത്രൻ യുധിഷ്ഠിരനാണ്. അതുകൊണ്ട് അവനാണ് അടുത്ത രാജാവാകുവാനുള്ള അവകാശം. ഇത്രയും പറഞ്ഞതിന് ശേഷം അവർ യാത്രയായി. എന്നാൽ പിന്നീട് വ്യാസന്റെ വാക്കുകൾ ധൃതരാഷ്ട്രരെ കൂടുതൽ അസ്വസ്ഥനാക്കി. കുരുവംശത്തിലെ ഏറ്റവും മൂത്ത പുത്രൻ യുധിഷ്ഠിരനാണ്. അതുകൊണ്ട് അവനാണ് അടുത്ത രാജാവാകുവാനുള്ള അവകാശം. ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് തൻ്റെ ഈ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഇത്രയും കാലം എല്ലാവരും ദുര്യോധനനോട് പറഞ്ഞത് എൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത രാജാവ് അവനായിരിക്കുമെന്നാണ്. അതിന് തക്ക വിധമാണ് ഇത്രയും കാലം അവനെ ഞാൻ പരിശീലിപ്പിച്ചതും. എന്നിട്ട് എങ്ങനെയാണ് ഇനി അവന് രാജാവാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയുക? അപ്പോൾ ഗാന്ധാരി പറഞ്ഞു, പക്ഷേ വിധി അങ്ങനെയല്ലേ. നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പോൾ ധൃതരാഷ്ട്രർ മറുപടി പറഞ്ഞു, പക്ഷേ എങ്ങനെ? ഇത്രയും കാലമായിട്ടും എനിക്കിപ്പോഴും തോന്നുന്നത് പാണ്ഡുവിനെ രാജാവാക്കിയത് എന്നോട് കാണിച്ച തികഞ്ഞ അനീതിയായിട്ടാണ്. ഞാൻ അന്ധനായിരുന്നു, ശരിയാണ്. പക്ഷേ എൻ്റെ മകനായ ദുര്യോധനൻ അന്ധനല്ലല്ലോ. പിന്നെ എന്തിൻ്റെ പേരിലാണ് അവന് രാജസിംഹാസനത്തിന് അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ എനിക്കവനെ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനും കഴിയില്ല. അതിനാൽ ഞാൻ വളരെ ധർമ്മസങ്കടത്തിലാണ്. എന്നിട്ട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് പറഞ്ഞു, കുന്തിക്കും പാണ്ഡവർക്കും ഒരു കുറവുമുണ്ടാവാതെ നീ നോക്കണം. ഭീഷ്മരും ഹസ്തിനപുരിയുടെ ഭാവിയെ ഓർത്ത് വിലപിച്ചു. പിന്നീട് ഭീഷ്മർ ഗംഗാദേവിയെ ചെന്ന് കണ്ടു. ഗംഗാദേവി ഭീഷ്മരോട് പറഞ്ഞു, വിധി അതാണെങ്കിൽ അതിനെക്കുറിച്ചോർത്ത് നീ വിഷമിക്കേണ്ടതില്ല. തീർച്ചയായും ഈ യുഗത്തിൽ ഹസ്തിനപുരിയുടെ പതനമുണ്ടാകും. പക്ഷേ മനുഷ്യർക്ക് അതിജീവിക്കുവാനുള്ള കഴിവുണ്ട്. വരാൻ പോകുന്ന നല്ല ഭാവിക്കു വേണ്ടി ഈ ദുർഘട അവസ്ഥയിൽ ഹസ്തിനപുരിയെ നയിക്കുക എന്നത് മാത്രമാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. അമൃത് ലഭിക്കുന്നതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം ലഭിച്ചത് വിഷമായിരുന്നു. അത് ആദ്യം ആരെങ്കിലും കുടിക്കണമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും. ഗംഗാദേവിയുടെ ആ വാക്കുകൾ ഭീഷ്മർക്ക് ആശ്വാസമായി. എന്നാൽ കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൽ വെച്ച് ശകുനി ദുര്യോധനനോട് പറഞ്ഞു, മകനെ ദുര്യോധന, നീ തന്നെയാണ് ഹസ്തിനപുര സാമ്രാജ്യത്തിൻ്റെ കിരീടാവകാശി. അതുകൊണ്ടുതന്നെ മറ്റൊന്നിനു വേണ്ടിയും നീ ആ സിംഹാസനം വിട്ടുകൊടുക്കരുത്. ഒരുപക്ഷെ പലരും നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചേക്കും. ഒരുപക്ഷെ അത് നിന്റെ അച്ഛനോ അമ്മയോ പോലുമായേക്കാം. നിന്റെ രാജസിംഹാസനത്തിന് എതിര് നിൽക്കുന്നവർ ആര് തന്നെയായാലും അവരൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന് നീ മനസ്സിലാക്കുക. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ടു ചെന്ന് ധൃതരാഷ്ട്രരുടെ മുൻപിൽ നിർത്തിയിട്ട് ശകുനി പറഞ്ഞു, സഹോദരന്റെ പുത്രന്മാരോട് അമിതവാത്സല്യം കാണിക്കുന്നതിന് മുൻപ് സ്വന്തം പുത്രന്റെ ഭാവി കൂടി നിങ്ങൾ ആലോചിക്കണം. അധികം വാത്സല്യം കൊടുത്താൽ അവർക്ക് അധികാരങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ടാകും. അതോർമ്മ വേണം. അവർ ഒരിക്കലും ഇവിടെ ജീവിക്കേണ്ടവരല്ല. അവർ ഇത്രയും നാൾ വനത്തിലായിരുന്നില്ലേ ജീവിച്ചത്? അതുതന്നെയാണ് അവർക്ക് പറ്റിയ സ്ഥലം. അതിനാൽ സ്വന്തം പുത്രന്റെ ഭാവിയെ കരുതി ഉചിതമായ തീരുമാനം നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദുര്യോധനനും പാണ്ഡവരുടെ ചെറിയ കുറ്റങ്ങൾ പെരുപ്പിച്ചു കാണിച്ചു. അവർ രാജകൊട്ടാരത്തിൽ ജീവിക്കുവാൻ യോഗ്യരല്ല എന്ന് സമർത്ഥിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ധൃതരാഷ്ട്രർ നിശബ്ദമായിരുന്ന് എല്ലാം കേൾക്കുക മാത്രം ചെയ്തു. പിന്നീട് ദുര്യോധനൻ വളരെ മോശമായ രീതിയിലായിരുന്നു പാണ്ഡവരോട് പെരുമാറിയിരുന്നത്. പലപ്പോഴും അവരെ ഉപദ്രവിക്കുവാനും തുടങ്ങിയിരുന്നു. തൻ്റെ സഹോദരനായ ശകുനി കുബുദ്ധിയാണെന്നും അയാൾ പാണ്ഡവരെയും ദുര്യോധനനെയും തെറ്റിക്കുവാൻ ശ്രമിക്കുമെന്നും ഗാന്ധാരി കുന്തിയോട് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചു. തൻ്റെ പുത്രന്മാർക്ക് ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാകാതെ നോക്കിക്കൊള്ളാമെന്ന് കുന്തി ഗാന്ധാരിക്ക് ഉറപ്പുകൊടുത്തു. പിന്നീട് വിതുരർ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം
പാണ്ഡവരെ കൃപാചാര്യരുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനായി കൊണ്ടുചെന്നാക്കി. അവിടെ തന്നെയായിരുന്നു ദുര്യോധനനും ഉണ്ടായിരുന്നത്. യുധിഷ്ഠിരന് കൃപാചാര്യർ തൻ്റെ അടുത്ത് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തു. അതിനെ ചോദ്യം ചെയ്ത ദുര്യോധനനോട് അദ്ദേഹം പറഞ്ഞു, കുരുവംശത്തിലെ ഏറ്റവും മൂത്തപുത്രനുള്ള സ്ഥാനമാണത്. അത് യുധിഷ്ഠിരനുള്ളതാണ്. പാണ്ഡവരെ വിതുരർ ഗുരുകുലത്തിലെത്തിച്ച് അല്പസമയം കഴിഞ്ഞ് ഒരു ഭടൻ ഗുരുകുലത്തിലെത്തി. മഹാരാജൻ ധൃതരാഷ്ട്രർ കൃപാചാര്യരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന് അയാൾ അറിയിച്ചു. കൃപാചാര്യർ കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്വം ദുര്യോധനനെ ഏൽപ്പിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. രാജസന്നിധിയിലെത്തിയ കൃപാചാര്യരോട് ആസനസ്ഥനാകുവാൻ ധൃതരാഷ്ട്രർ നിർദ്ദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ തേരാളിയായ അധിരഥൻ സ്ഥാനം ഉപേക്ഷിച്ചു പോവുകയാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് കൃപാചാര്യരെ വിളിപ്പിച്ചത്. അപ്പോൾ ഭീഷ്മർ ഇടപെട്ടു. പക്ഷേ ഈ കാര്യം എന്തിനാണ് കൃപാചാര്യരുമായി ചർച്ച ചെയ്യുന്നത്? അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നില്ലേ? കൂടാതെ പാണ്ഡവരെ ഇന്ന് അവിടെ ചെന്നാക്കിയതല്ലേയുള്ളൂ. ഇന്ന് തന്നെ അദ്ദേഹത്തെ വിളിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, കൃപാചാര്യർ നമ്മുടെ രാജഗുരുവല്ലേ. അദ്ദേഹം അറിയാതെ എങ്ങനെയാണ് ഞാൻ അധിരഥനെ പറഞ്ഞയക്കുന്നത്? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. സത്യത്തിൽ പാണ്ഡവർ നല്ല നിലയിൽ വിദ്യ അഭ്യസിക്കുകയാണെങ്കിൽ അത് തൻ്റെ പുത്രന് ഭീഷണിയാകുമെന്ന് ധൃതരാഷ്ട്രർ കരുതുകയും അതിനാൽ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ കണ്ടെത്തി ധൃതരാഷ്ട്രർ കൃപാചാര്യരെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇത് പാണ്ഡവർ ഗുരുകുലത്തിൽ ചേർന്ന അന്ന് തന്നെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ തുടക്കമായിരുന്നു ഇത്. പക്ഷേ രാജകൊട്ടാരത്തിൽ ശകുനി ദുര്യോധനന്റെ മനസ്സിൽ പാണ്ഡവരോടുള്ള ശത്രുത വളർത്തുകയായിരുന്നു. ശകുനി പറഞ്ഞു, മകനെ ദുര്യോധന, ഈ പഞ്ചപാണ്ഡവർ ഒരു കൈയിലെ 5 വിരലുകൾ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവരോട് നേരെ ഏറ്റുമുട്ടുന്നത് അപകടകരമാണ്. അവ ഓരോന്നായി അരിഞ്ഞു വീഴ്ത്തണം. പക്ഷേ ശക്തിയോ ബുദ്ധിയോ കൊണ്ട് അത് നിനക്ക് സാധ്യമാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സ്നേഹം നടിച്ച് അവരെ ചതിയിൽ വീഴ്ത്തണം. എന്നിട്ട് ഓരോരുത്തരെയായി ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ ഹസ്തിനപുരിയുടെ രാജാവാകാൻ നിനക്ക് കഴിയുകയുള്ളൂ. ഓരോരുത്തരെയായി എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് കൂടുതൽ വിശദമായി പറഞ്ഞു തരാം. ശകുനിയുടെ ഏഷണി മൂലം ദുര്യോധനന് പാണ്ഡവരോടുള്ള പക അനുദിനം കൂടിക്കൂടി വന്നു. ശകുനി പറഞ്ഞതനുസരിച്ച് ആദ്യം ഭക്ഷണപ്രിയനായ ഭീമനെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ദുര്യോധനനും അനുജനായ ദുശ്ശാസനനും പദ്ധതിയിട്ടു. അതിനായി ദുര്യോധനൻ സ്നേഹം നടിച്ച് ഭീമനെ വിളിച്ചുകൊണ്ടുപോയി പായസത്തിൽ വിഷം കലർത്തി കൊടുത്തു. എന്നാൽ അതൊരു ചതിയാണ് എന്ന് തിരിച്ചറിയാതെ ഭീമൻ പായസം മുഴുവനും കുടിച്ചു തീർത്തു. വൈകാതെ തന്നെ അയാൾ ബോധരഹിതനായി നിലത്തു വീണു. ഉടൻ തന്നെ ഭീമനെ ഒരു പായയിൽ പൊതിഞ്ഞ് ആരും കാണാതെ ദുര്യോധനനും ദുശ്ശാസനനും കൂടി വളരെ ദൂരം കൊണ്ടുപോയി ഗംഗാനദിയിലേക്ക് ഭീമന്റെ ശരീരം വലിച്ചെറിഞ്ഞു. വെള്ളത്തിൽ വീണ ഉടനെ ബോധമറ്റു കിടന്ന ഭീമൻ പ്രാണഭയത്താൽ പിടഞ്ഞു. കരിനാഗങ്ങൾ വാഴുന്ന ഗംഗാനദിയിലൂടെ ഭീമൻ ഒഴുകി നടന്നു. ഭീമനെ കണ്ട് കരിനാഗങ്ങളെ ആക്രമിക്കാൻ വന്ന ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് നാഗങ്ങൾ അയാളെ വളയുകയും പല ഉരു കൊത്തുകയും ചെയ്തു. എന്നാൽ ഇത്രയേറെ വിഷം തീണ്ടിയിട്ടും ഭീമൻ മരണപ്പെട്ടില്ല. ഇതു മനസ്സിലാക്കിയ നാഗങ്ങൾ ഭീമൻ ഒരു സാധാരണ ബാലനല്ല എന്ന് കരുതി ഭീമനെ നാഗരാജാവിൻ്റെ അടുത്തെത്തിച്ചു. നാഗരാജാവിനോട് ഭീമൻ നടന്ന കഥകളെല്ലാം വിസ്തരിച്ചു. ഭീമന്റെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നാഗരാജാവിന് മനസ്സിലായി ഭീമൻ നാഗരാജാവിൻ്റെ പുത്രിയുടെ പുത്രിയായ കുന്തിയുടെ മകനാണെന്ന്. അതോടെ നാഗരാജാവിന് ഭീമനോടുള്ള സ്നേഹവും വാത്സല്യവും കൂടി.
നാഗരാജാവ് അവന് ആവശ്യമായ ചികിത്സകൾ നൽകിയ ശേഷം സുധാരസം എന്ന ഒരു ശക്തിമരുന്ന് നൽകി. അത് കുടിച്ച ഭീമന് കൂടുതൽ ശക്തി ലഭിക്കുകയും ചെയ്തു. ശക്തി കൊണ്ട് നേർക്കുനേർ ആർക്കും ഭീമനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വരവും നാഗരാജാവ് ഭീമന് നൽകി. ശേഷം ഭീമനെ നാഗങ്ങൾ തിരിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. എന്നാൽ വാസ്തവത്തിൽ ഭീമന് ദുര്യോധനൻ നൽകിയ കൊടിയ വിഷത്തിനെ നിർവീര്യമാക്കാൻ നാഗങ്ങളുടെ വിഷത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ശത്രു എന്ന് ധരിച്ച് ഭീമനെ നാഗങ്ങൾ ആക്രമിച്ചപ്പോൾ വിഷം നിർവീര്യമാവുകയും ഭീമൻ രക്ഷപ്പെടുകയും ചെയ്തതാണ് എന്ന് ആരും അറിഞ്ഞില്ല. അതേസമയം ഭീമനെ കാണാതെ കൊട്ടാരത്തിൽ മറ്റു പാണ്ഡവരും കുന്തിയും വല്ലാതെ വിഷമിച്ചു. ഭീമനെ ദുര്യോധനൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് യുധിഷ്ഠിരൻ കണ്ടിരുന്നു. അത് അവൻ കുന്തിയോട് പറഞ്ഞു. കുന്തി രഹസ്യമായി ദുര്യോധനനെ വിളിച്ച് കാര്യമന്വേഷിച്ചു. എന്നാൽ തൻ്റെ കൂടെ അല്പസമയം ചിലവഴിച്ച ശേഷം യുധിഷ്ഠിരന്റെ അടുത്തേക്ക് എന്നു പറഞ്ഞ് ഭീമൻ പോയി എന്ന് ദുര്യോധനൻ കുന്തിയോട് കള്ളം പറഞ്ഞു. ഭീമന്റെ ഈ തിരോധാനത്തിൽ ഗാന്ധാരിയും സംശയിച്ചത് ദുര്യോധനനെ തന്നെയായിരുന്നു. അപ്പോഴാണ് അവർക്കിടയിലേക്ക് ഭീമൻ നടന്നു വന്നത്. പൂർണ്ണ ആരോഗ്യത്തോടെയും യാതൊരുവിധ പരിക്കുകൾ പോലും ഇല്ലാതെയും വന്ന ഭീമനെ കണ്ടപാടെ ദുര്യോധനനും സഹോദരനും പതിയെ അന്തഃപുരത്തിലേക്ക് കയറി ഒളിച്ചു. തിരിച്ച് കൊട്ടാരത്തിലെത്തിയ ഭീമൻ സംഭവിച്ചതെല്ലാം പാണ്ഡവരോടും കുന്തിയോടും പറഞ്ഞു. തന്നെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ച ദുര്യോധനന്റെ തല ഇന്ന് അരിഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് ഭീമൻ പുറത്തേക്കിറങ്ങുമ്പോൾ യുധിഷ്ഠിരൻ അവനെ തടഞ്ഞു. ഭീമ, നിൽക്കൂ, അരുത്, ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നീയും ദുര്യോധനനും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നീ അവനോട് ക്ഷമിക്കണം. കാരണം അവൻ നിന്റെ സഹോദരനാണ്. അതുകൂടാതെ ഈ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയുവാനും പാടില്ല. ദുര്യോധനൻ വിഷം തന്ന് നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഗാന്ധാരിയമ്മ അറിഞ്ഞാൽ അവർ വളരെയേറെ വിഷമിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം രഹസ്യമായി നമ്മൾ തന്നെ സൂക്ഷിക്കണം. കുന്തിയും യുധിഷ്ഠിരന്റെ ഈ അഭിപ്രായത്തോട് യോജിച്ചപ്പോൾ ഭീമൻ ശാന്തനായി. അവന്റെ പക കെട്ടടങ്ങി. ആരോടും ഒന്നും പറയുവാനോ പക വീട്ടുവാനോ പോകാതെ അവൻ ശാന്തമായി എല്ലാം മനസ്സിലൊളിപ്പിച്ചു. പക്ഷേ ബുദ്ധിമാനായ വിതുരർ സത്യം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഭീഷ്മരോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ഇതറിഞ്ഞ ഭീഷ്മരും വളരെയേറെ സങ്കടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ധൃതരാഷ്ട്രരുടെ പ്രതിബിംബമാണ് ദുര്യോധനൻ. അവൻ കുട്ടിയല്ലേ, അവനെ നമുക്ക് നിയന്ത്രിക്കാനാവും. എന്നാൽ ധൃതരാഷ്ട്രർ ഇത്തരം ഗൂഢാലോചനയൊന്നും നടത്തില്ല എന്ന് നമുക്കറിയാം. ഇതിനു പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. ശകുനി. അയാളുടെ സഹോദരിയായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചതിനാൽ ഗാന്ധാരദേശത്തെ അപമാനിച്ചതായിട്ടാണ് അയാൾ കരുതിയിരിക്കുന്നത്. അതിനാൽ കുരുവംശത്തോട് പകരം ചോദിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് അയാൾ. അതുകൊണ്ട് നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ശകുനി.